ചാപ്റ്റർ നമ്പർ 13, എ ഗ്ലിംസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലൂടെ ഒരു യാത്ര, അതാണ് നമ്മുടെ ഈ ഒരു ഇത്. എന്താണെന്ന് നോക്കാം. Rugged mountains ranges clad with snow during most part of the year, mighty rivers, scorching deserts where the day temperature rises as high as 50 degrees Celsius, regions that records the world's highest amount of rainfall. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്ത്യയെ കുറിച്ചുള്ള ആ ഒരു പ്രത്യേകത എന്തൊക്കെയാ? പല സ്ഥലങ്ങളും അല്ലെങ്കിൽ പല പർവ്വത നിരകൾ, റഗ്ഡ് മൗണ്ടൻ റേഞ്ചസ്, പല ദുർഘടമായ ഈ ഒരു നമ്മുടെ ഈ ഒരു പർവ്വതങ്ങളും വർഷത്തിന്റെ ഏറിയ പങ്കും മഞ്ഞ് നിറഞ്ഞു കിടക്കുന്നു. പിന്നെ ധാരാളം നദികളുണ്ട്. ചൂടാണെങ്കിലോ 50 ഡിഗ്രിയിൽ കൂടുതൽ പോകുന്ന സ്ഥലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ നീണ്ടു കിടപ്പുണ്ട് ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. The diversities exist not only in physiography and climate but also in agriculture. അപ്പോൾ ഈ ഒരു ഡൈവേഴ്സിറ്റി അല്ലെ ഈ ഒരു വൈവിധ്യത ഈ ഫിസിയോഗ്രഫിയിൽ മാത്രമല്ല നമ്മുടെ അഗ്രികൾച്ചറിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. Vast plains where wheat, maize and sugarcane are cultivated. ഈ ഒരു വാസ്റ്റ് പ്ലെയിൻസ്, അതായത് ഈ വിശാലമായ ഈ സമതലങ്ങളിൽ, അതാണ് വാസ്റ്റ് പ്ലെയിൻസ്. അവിടെയാണെങ്കിൽ വീറ്റ്, മെയ്സ്, ഷുഗർ കെയിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. മൗണ്ടൻ സ്ലോപ്സ് വെയർ കാർഡമൻ ആൻഡ് പെപ്പർ ആർ ഗ്രോൺ. മൗണ്ടൻ സ്ലോപ്സിൽ, അപ്പോൾ മൗണ്ടൻ റീജിയനിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ മൗണ്ടൻ റീജിയനിലൊക്കെ ആണെങ്കിൽ ഈ കാർഡമം, പെപ്പർ ഇതുപോലുള്ളതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. ലെങ്തി കോസ്റ്റൽ സ്ട്രെച്ചസ് വെയർ കോക്കനട്ട് ആൻഡ് പേഡീസ് ആർ ഗ്രോൺ. അതായത് നമ്മുടെ കോസ്റ്റൽ സ്ട്രക്ചേഴ്സ്, അതായത് ലോ ലാൻഡിലാണെങ്കിൽ നമ്മുടെ ഈ പേടി, കോക്കനട്ട് ഇതെല്ലാം കൃഷി ചെയ്യുന്നു. The different group of people who have turned their lives to these diversities. അപ്പോൾ പല ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, പല ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഇതിലേക്ക് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാത്തിലും ഒരാളായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കത്തില്ല. ഓരോ ജോലിക്കും ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. Amidst them are diverse religious customs, festivals, languages, food, clothing and housing. India is totally of all these. അപ്പോൾ ടോട്ടാലിറ്റി ഓഫ് ഓൾ ദീസ്. അപ്പോൾ അതായത് നമ്മുടെ ഇത് മാത്രമല്ല, ഈ ഡൈവേഴ്സിറ്റി മാത്രമല്ല, റിലീജിയൻ വൈസ് കുറേ റിലീജിയൻ ഉണ്ട്, കുറേ കസ്റ്റംസ് ഉണ്ട്, കുറേ ഫെസ്റ്റിവൽ ഉണ്ട്, കുറേ ഫുഡ് ടൈപ്പ് ഉണ്ട്, കുറേ ലാംഗ്വേജ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ അറൗണ്ട് ആദിവാസി ലാംഗ്വേജ് തന്നെ 650 ലാംഗ്വേജ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 22 ലാംഗ്വേജേ ഉള്ളൂ, പക്ഷെ അല്ലാതെ ഏകദേശം 650-ലധികം ലാംഗ്വേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ലാംഗ്വേജസ്, ഫുഡ്, പിന്നെ ക്ലോത്തിങ്. നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഡ്രസ്സ് ആയിരിക്കും തമിഴ്നാട്ടിന്റെ ഇതായിരിക്കും കാശ്മീരിന്. അപ്പോൾ ഓരോ ഡ്രസ് കോഡ്സിനും എല്ലാത്തിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഇന്ത്യ ഇസ് ടോട്ടാലിറ്റി ഓഫ് ഓൾ ദിസ്. എല്ലാം കൂടെ കലർന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. This unit discusses the diversity of India, physiography, rivers, climate, soil type, natural vegetation and animal life. Okay, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. India is located between the latitudes 8 degree 4 minutes north and 37 degree 6 minutes north, and the longitudes 68 degree 7 minutes east and 97 degree 25 degree east. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു ലൊക്കേഷനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നു മുമ്പുള്ള ഒരു ചാപ്റ്ററിൽ ഇത് പഠിച്ചിട്ടുണ്ടോ? ഇത് നമ്മുടെ ഈ ഒരു ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷവും നിങ്ങളത് പഠിച്ചിട്ടുണ്ട്, ആ ഒരു ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും ഒക്കെ. അപ്പൊ ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ഏതെന്നറിയാമല്ലോ. ലോഞ്ചിറ്റ്യൂഡ് എങ്ങനെ ഇരിക്കും? എങ്ങനെയാടാ ജീവ? ഓക്കെ, ഞാൻ ചോദിക്കാം, വെയിറ്റ്. ഇങ്ങനെ ഇരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡ് ആണോ ലാറ്റിറ്റ്യൂഡ് ആണോ? ലോഞ്ചിറ്റ്യൂഡ്. എല്ലാരും എന്താ ഉറപ്പ്? അശ്വിനെ നീ പറയടാ, ഇത് ലാറ്റിറ്റ്യൂഡോ ലോഞ്ചിറ്റ്യൂഡോ? ഇത്
ലോങ്ങിറ്റ്യൂഡ് തന്നെ. ഇത് ലോഞ്ചിറ്റ്യൂഡോ? ഞാൻ ഓ നിനക്ക് ഇന്നലെയും കൂടെ പറഞ്ഞു തന്നെ. ശരി, ഇത് ലാറ്റിറ്റ്യൂഡ്. കാരണം ഇക്വേറ്റർ അങ്ങനെ ഉണ്ട്, അപ്പൊ ലാറ്റിറ്റ്യൂഡ്. ഇത് ഞാൻ പറഞ്ഞു തന്നല്ലേ, ഇത് ഓ ലാറ്റിറ്റ്യൂഡ് ഇന്നലെ. ആണ് എന്ന്. ഇതാണ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഈ ഒരു വരെയാണ് ഒരു ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കേട്ടോ? അവരുടെ കുറച്ചു നേരത്തെ എന്ത് ഉറപ്പായിരുന്നു നിനക്ക്? ഇത് ലാറ്റിറ്റ്യൂഡ് ആണെന്ന് ചോദിച്ചപ്പോ അതാണ്, ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡ് ആണെന്ന് ചോദിച്ചപ്പോ അതാണ്. SP ഓക്കെ, എന്തായാലും ഇനി മാറരുതേ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും തമ്മില്. അപ്പൊ ഇന്ത്യയുടെ ആ ഒരു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എത്ര ഡിഗ്രിയിലാണ് എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. It is the 7th largest country in the world and has an area of 3.28 million square kilometers. അപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 7ാമത്തെ വലിയ രാജ്യമാണ്. അതിൽ തന്നെ 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉണ്ട്. അത്രയും വലിയൊരു 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ അത്രയും ഡൗട്ട് ഉണ്ടോ? എടാ ഇതെങ്ങനെ വായിക്കും? ഇതെങ്ങനെ വായിക്കും? 8.8 ഡിഗ്രി ആ സംഭവം എങ്ങനെ വായിക്കും? 8 degree 4 minutes. 4 minutes. അപ്പൊ ഇതില് അടുത്ത് ഒരു ഡബിൾ കോട്ട് വന്നു കഴിഞ്ഞാലോ? ഇപ്പൊ 36 ഡിഗ്രി, അടുത്ത 6 മിനിറ്റ്, അടുത്ത 7, അത് കഴിഞ്ഞ് ഡബിൾ കോട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ വായിക്കും? എക്സാമ്പിൾ ഓക്കെ, ഇവിടെ ഇതിൽ ഡിഗ്രിയുടെ സിമ്പിൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തൽക്കാലം ഇത് ഡിഗ്രി ആയിട്ട് കണക്കാക്കുക. അത് കഴിഞ്ഞിട്ട് മിനിറ്റ്സ്. അപ്പൊ ഇത് എങ്ങനെ വായിക്കും? ഫസ്റ്റത്തെ 66 ഡിഗ്രി ആണെന്ന് വെക്കുക. ഓക്കെ, തൽക്കാലം സ്റ്റാർ അല്ല, ഡിഗ്രിയുടെ സിമ്പിൾ തന്നെയാണ്. ഓക്കെ, ഇതെങ്ങനെ വായിക്കും? ഇതെങ്ങനെ വായിക്കാം? വേമറ എല്ലാരും പോയോ? ഇവിടെ ഉണ്ട് സാർ. അപ്പൊ പിന്നെ പറയ്, എങ്ങനെ വായിക്കും? ജീവ 34 സെക്കൻഡ് എന്നാണ്. 34 സെക്കൻഡ്, അതായത് ഡിഗ്രി, മിനിറ്റ് ആൻഡ് സെക്കൻഡ്സ്, ആ രീതിയിലാണ് ഇതിന്റെ കൺവേർഷൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഡബിൾ കോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്കൻഡ്സ് എന്നാണ്. കേട്ടോ? അത് സെക്കൻഡ്സിലായിരിക്കും, മറക്കരുതേ. ഓക്കെ, ഇൻ ദ ലാപ്പ് ഓഫ് ദ ഹിമാലയാസ്. അപ്പോ ഹിമാലയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ താഴ്വര എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഹാവ് യു നോട്ടീസ് ദ പിക്ചർ അബവ്? ഇറ്റ് ഷോസ് എ ഹൗസ് ഇൻ എ ഇന്റീരിയർ വില്ലേജ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ജമ്മു കാശ്മീരില് ഉള്ള ഒരു ഇന്റീരിയർ ഉള്ളിലോട്ടുള്ള ഒരു വില്ലേജിലുള്ള ഒരു വീടാണ് ഈ കാണിച്ചിരിക്കുന്നത്. യു ക്യാൻ സീ ദ വാലി ഓഫ് ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ക്ലാഡ് വിത്ത് സ്നോ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോ ഹിമാലയൻ ബാക്ക്ഗ്രൗണ്ടില് ഇതിൽ തന്നെ നമ്മുടെ ഹിമാലയത്തിന്റെ വൈഷ്ണവി N എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത്, S എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത്. അത് എത്ര ഡിഗ്രി, ഏത് ഡയറക്ഷൻ എന്ന് കാണിക്കുന്നതാണ്. കേട്ടോ? നോർത്തോ സൗത്തോ ഈസ്റ്റോ വെസ്റ്റോ അതുപോലെ ഏത് വേണമെങ്കിലും കാണിക്കാം. അപ്പോ ഇതിൽ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സ്നോ നിറഞ്ഞ ഒരു ഹിമാലയൻ മലനിര നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാണാൻ സാധിക്കുന്നില്ലേ? മഞ്ഞ് മൂടിയ ഒരു ഹിമാലയ പർവ്വതമാണ് ഈ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്.
So you can see the valley of the Himalayan mountain ranges clad with snow in the background of the house built with local available materials. അപ്പോൾ ഇവിടെ ഇതിന്റെ താഴ്വരയിൽ ഒരു ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്താണ് ഇവർ ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. The part of the Himalayas in India stretches over a distance of 2,400 kilometers between Jammu and Kashmir in the northwest and Arunachal Pradesh in the northeast. അപ്പോൾ നോർത്ത് വെസ്റ്റ് ലെഫ്റ്റിലോട്ട്, അപ്പോൾ നോർത്ത് വെസ്റ്റിലോട്ടാണെങ്കിൽ ഇത് എത്ര, ഇത് 2200 നോർത്ത് വെസ്റ്റിലോട്ടും നോർത്ത് ഈസ്റ്റിലോട്ടുമായിട്ട് ഇങ്ങനെ 2400 കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഹിമാലയ എന്ന് പറയുന്നത്. A majority of regions in Jammu and Kashmir, Himachal Pradesh, Uttarakhand, Sikkim, Arunachal Pradesh, Nagaland, Manipur, Meghalaya, Mizoram and Tripura are part of these mountain ranges. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം, ഞാൻ ഉറപ്പായിട്ട് ചോദിക്കും. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ജനറലി ദിസ് ഫിസിയോഗ്രാഫിക് യൂണിറ്റ് ഈസ് നോൺ ആസ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ. അപ്പോൾ ഇതിപ്പോ മുകളിലാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമുക്ക് ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കും. The loftiest parts of the Himalayas remain covered in snow throughout the year. ഈ ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ, ലോഫ്റ്റിയസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളെല്ലാം, അല്ലെങ്കിൽ ഈ ഉയരം കൂടിയ പ്രദേശങ്ങളെല്ലാം തന്നെ വർഷത്തിൽ മുഴുവൻ വർഷവും അത് ഇങ്ങനെ മഞ്ഞ് മൂടി തന്നെ കിടക്കും. There is no permanent human settlement. അവിടെ ഒരിക്കലും സ്ഥിരമായിട്ട് ആർക്കും താമസിക്കാനുള്ള സെറ്റിൽമെന്റ്സ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. Lofty peaks like the Kanchenjunga and Nanda Devi are part of the Himalayan mountain ranges. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൽ തന്നെ കാഞ്ചൻജംഗയും നന്ദാദേവിയും എല്ലാം തന്നെ ഈ ഒരു ഹിമാലയത്തിന്റെ ഈ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. The Mount Everest in Nepal is the highest peak in these ranges. അപ്പോൾ ഇതിൽ തന്നെ ഈ നമ്മുടെ ഇവിടെയുള്ള ഇതിൽ ഏറ്റവും ഉയരം കൂടിയ പീക്ക് കൂടിയ ഒന്നാണ് നമ്മുടെ ഇത് മൗണ്ട് എവറസ്റ്റ്. നമുക്കറിയാം ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് തന്നെയാണ്. Rivers such as Indus, Ganga and the Brahmaputra originate from the Himalayan mountain ranges. അപ്പോൾ ഹിമാലയത്തിലെ ആ ഒരു മൗണ്ടൻ റേഞ്ചിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ഇൻഡസും അതുപോലെ തന്നെ ബ്രഹ്മപുത്ര, ഗംഗ തുടങ്ങിയ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്. Cold is less severe in the southern part of the snow-clad mountain ranges. അപ്പോൾ ഈ ഹിമാലയത്തിലെ മഞ്ഞ് മൂടിയ പർവ്വതനിരകൾക്ക് തൊട്ട് അടുത്ത ഭാഗത്തായിട്ട് തണുപ്പിന്റെ തീവ്രത കുറവാണ്. അല്ലെങ്കിൽ സദേൺ പാർട്ട്, ഇപ്പോൾ താഴെ ഭാഗത്തോട്ട് തണുപ്പ് അത്ര ഇല്ല, തണുപ്പ് കുറവാണ്. Several hill stations such as Shimla, Darjeeling, Kulu and Kulu Manali are located in this picturesque region. അപ്പോൾ പിക്ചറസ്ക് റീജിയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഡാർജിലിംഗ്, ഇതേപോലെ തന്നെ കുളു മണാലി, ഇതെല്ലാം എന്ന് പറയുന്നത് ഈ ഒരു മൗണ്ടൻ റേഞ്ചിൽ വരുന്ന ഇത് തന്നെയാണ്. അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെല്ലാം, ഈ ഡാർജിലിംഗ്, ഷിംല, കുളു മണാലി, ഇതെല്ലാം തന്നെ നമുക്ക് സുഖവാസ കേന്ദ്രങ്ങൾ ആണ്. അല്ലെങ്കിൽ അതാണ് പിക്ചറസ്ക് റീജിയൻ എന്ന് പറയുന്നത്, സുഖവാസ കേന്ദ്രങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആഘോഷിക്കാനും എല്ലാത്തിനും പോകാനായിട്ട്, ഇപ്പോൾ നമ്മുടെ ട്രിപ്പിനൊക്കെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും അവർക്ക് മണാലി പോകണം, ഷിംല പോകണം, ഡാർജിലിംഗ് പോകണം, കുളു മണാലി പോകണം, ഇതെല്ലാം നമ്മൾ പറയാറുണ്ട്. അത്രയും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഈ പിക്ചറസ്ക്യൂ എന്ന് പറഞ്ഞ സുഖവാസ കേന്ദ്രം അല്ലേ? ആ, സുഖവാസ കേന്ദ്രം. ഡൗട്ട് ഉണ്ടോ?
The important crops here are potato, barley, and several varieties of flowers, including saffron. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പൊട്ടറ്റോ, പിന്നെ ബാർലി, പിന്നെ പലതരത്തിലുള്ള പൂക്കള്, ഇൻക്ലൂഡിങ് സഫ്രോൺ. സഫ്രോൺ പോലുള്ള പലതരത്തിലുള്ള പൂക്കളും എല്ലാം തന്നെ, സഫ്രോൺ എന്ന് വെച്ചാൽ മറ്റേ കുങ്കുമപ്പൂ. അപ്പൊ അതുപോലുള്ള പലതരത്തിലുള്ള പൂക്കളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ടീ, ആപ്പിൾ ആൻഡ് ഓറഞ്ച് ആർ ഓൾസോ ഗ്രോൺ ഇൻ ദിസ് റീജിയൻ. അപ്പോൾ ഇത് ടീ, ആപ്പിൾ, പിന്നെ ഓറഞ്ച് അതുപോലുള്ള തണുത്ത സ്ഥലങ്ങളിൽ കൂടുതലും വിളയിക്കപ്പെടുന്ന എല്ലാതരം ഇത് ഫ്രൂട്ട്സും എല്ലാം തന്നെ അവിടെ വിളയിക്കപ്പെടുന്നുണ്ട്. The extreme south of the Himalayas are hills are of low elevation. അപ്പോൾ ഈ ഏറ്റവും താഴെ എന്ന് പറയുന്നത്, ഏറ്റവും ഹിമാലയത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് എന്ന് പറയുന്നത്, അതിലെ കുന്നുകൾക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഉയരം കുറവാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ദിസ് റീജിയൻ. അപ്പോൾ പലതരത്തിലുള്ള ക്രോപ്സും ഇവിടെ ഈ ഒരു റീജിയനിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സോൺ ഇൻ ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ. അപ്പോൾ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ, ഈ ഏറ്റവും താഴ്ഭാഗത്ത് ഹിമാലയത്തിന്റെ ഈ സദേൺ പാർട്ട്, ഈ ഒരു പാർട്ടിലാണ് ഏറ്റവും കൂടുതൽ ഡെൻസ്ലി പോപ്പുലേഷൻ, ആളുകൾ തിരക്കി അല്ലെങ്കിൽ ആളുകൾ നിറഞ്ഞു താമസിക്കുന്നത് അവിടെയാണ്. കാരണം അവിടെ ആകുമ്പോൾ അവർക്ക് ലൈഫിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ട് The valley zone is composed of thick deposits of sand, mud, and pebbles brought down by the rivers originating from the snow-covered Himalayas. അപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു വാലി സോൺ എന്ന് പറയുന്നത്, ഈ ഒരു ഹിമാലയ വാലി സോൺ എന്ന് പറയുന്നത്, ഇത് മണ്ണും മണലും അതുപോലെ തന്നെ പെബിൾസ്, നമ്മുടെ ഈ കുഞ്ഞ് വെള്ളാരക്കല്ലുകളും എല്ലാം കൊണ്ടും, ഈ ഒരു റിവറിന്റെ ഒറിജിനേറ്റിംഗ് ഫ്രം ദ സ്നോ കവേർഡ് ഹിമാലയ. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഈ ഒരു നദികളും എല്ലാം കൂടെ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഒരു താഴ്വര എന്ന് പറയുന്നത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇത് ഈ ഒരു റീജിയൻ അല്ലെങ്കിൽ ഈ ഒരു വാലി സോൺ എന്ന് പറയുന്നത്. എല്ലാരും വീഡിയോ ഓഫ് ആക്കി വെച്ചിട്ട് പോയാ? ഓക്കെ, അപ്പൊ അതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ മേഖല, വാലി സോൺ, അതായത് ആ ഒരു താഴ്വരയുടെ ആ ഒരു മേഖല. അടുത്ത് നോക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ. അപ്പൊ നമ്മൾ ഈ നോർത്തേൺ മൗണ്ടൻ റീജിയൻ നമ്മൾ പറഞ്ഞു, അതെന്ന് പറയുന്നത് ഈ ഒരു ഹിമാലയ ഇതെല്ലാം വരുന്ന ആ ഒരു റീജിയനെ നമുക്ക് നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയാൻ പറ്റും. അപ്പൊ അവിടുത്തെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. Shall we see how the northern mountain region be beneficial to us? Influences the climate. അപ്പൊ ഫസ്റ്റത്തെ ആ ഒരു കാര്യമാണ് ഈ നമ്മുടെ ഈ കാലാവസ്ഥയെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം നമ്മുടെ ഈ ഒരു നോർത്തേൺ മൗണ്ടൻ റീജിയൻ അതാണ്. ഇറ്റ് പ്രൊട്ടക്ട് us from the cold wind blowing from Central Asia during winter. അപ്പോൾ ഈ ഒരു സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇത്, അല്ലെങ്കിൽ ഈ ഒരു ചൈന, അല്ലെങ്കിൽ അപ്പുറത്ത് അഫ്ഗാൻ, അതിനും അപ്പുറം നമ്മുടെ ഈ ഒരു താജിക്കിസ്ഥാൻ, അവിടെ നിന്നൊക്കെയുള്ള ഈ ഒരു കോൾഡ് ബ്രീസ് അല്ലെങ്കിൽ കോൾഡ് ബ്രീസ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് നമ്മുടെ ഈ ഒരു മലനിരകൾക്ക് സാധിക്കുന്നുണ്ട്. The northern mountains block the monsoon winds and cause rainfall all over North India. അപ്പോൾ ഈ ഒരു മൺസൂൺ വിൻസിനെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മലനിരകൾ മൺസൂൺ വിൻസിനെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല മഴ കിട്ടാനായിട്ടുള്ള കാരണം ആകുന്നു.
അപ്പോൾ മഴ കിട്ടാനായിട്ട് ഏറ്റവും വലിയ കാരണം ഈ ഇൻഫ്ലുവൻസ് ഓഫ് ക്ലൈമറ്റ്, അത് എന്താണ് ഈ ഒരു നോർത്തേൺ മൗണ്ടൻ റീജിയൻ തന്നെയാണ്. നാച്ചുറൽ ബാരിയർ. To a certain extent, these mountain ranges have been protecting us from the invasion of the northwest invaders since ancient times. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു എന്ന് പറയുന്ന ബാരിയർ, അതായത് ഒരു കോട്ട പോലെ ആക്ട് ചെയ്യും. എങ്ങനെയാ? നമ്മുടെ പണ്ട് കാലം തൊട്ട് തന്നെ മറ്റുള്ളവരാണെങ്കിൽ നമ്മൾ ആക്രമിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആക്രമണത്തിൽ നിന്നും ഏറെക്കുറെ നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു മൗണ്ടൻ റീജിയൻസ് സാധിക്കുന്നുണ്ട്. കാര്യം പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റത്തില്ല, എന്നാലും മലനിരകൾ കയറി തന്നെയാണ് ഇപ്പോഴത്തെ യുദ്ധവും ആക്രമണവും എല്ലാം നടക്കുന്നത്. പക്ഷെ എന്നാലും അവിടെ നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് അതൊരു പ്രയാസമുള്ള കാര്യമാക്കി മാറ്റുന്നത് നമ്മുടെ ഈ ഒരു നോർത്തേൺ ഇത് തന്നെയാണ്, എന്താ നോർത്തേൺ മൗണ്ടൻ റീജിയൻ തന്നെയാണ്. സോഴ്സ് ഓഫ് റിവേഴ്സ്. Indus, Ganga, and Brahmaputra and several tributaries originate from these mountain ranges. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഇത്തരത്തിലുള്ള നമ്മുടെ ഈ നദികളുടെ ഉത്ഭവവും അതിന്റെ ട്രിബ്യൂട്ടറീസും എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു മൗണ്ടൻ റേഞ്ചിൽ നിന്ന്, നോർത്തേൺ മൗണ്ടൻ റേഞ്ച് അല്ലെങ്കിൽ ഹിമാലയത്തിൽ നിന്നൊക്കെയാണ് ഒഴുകി വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ചില കാര്യങ്ങൾ that help us in several ways. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നാച്ചുറൽ ബാരിയർ ഒരു കോട്ടയായിട്ട് പ്രവർത്തിക്കുന്നു, പിന്നെ പല പല നദികളുടെ ഉത്ഭവവും ആണ്. ഇതിൽ ഡൗട്ട് ഉണ്ടോ? അശ്വിൻ, ഡൗട്ട് ഉണ്ടോ? ഈ 3 റിവേഴ്സ് മാത്രമേ അവിടെ നിന്ന് ഉത്ഭവിക്കുന്നുള്ളൂ? മേജർ ആയിട്ട് ഈ 3 റിവേഴ്സാ. പിന്നെ ഇതിന്റെ കുറെയൊക്കെ ട്രിബ്യൂട്ടറീസും അവിടെ നിന്ന് ഒഴുകുന്നുണ്ട്. ഇത് എങ്ങനെയാണ് പറഞ്ഞ ഈ മഞ്ഞ് ഉരുകി വരുന്നതാണ്? ഇവിടെ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉത്ഭവിക്കുന്നതാണ്. അതായത് ഉത്ഭവിക്കുക മീൻസ് ആ ഒരു പാറകൾക്കിടയിൽ പാറകൾ പൊട്ടി മണ്ണിന്റെ അടിയിൽ നിന്ന് വെള്ളം വരുന്നത്, അങ്ങനെയൊക്കെയാ ഉത്ഭവിക്കുക. വേറെ ബാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തടസ്സം. അതായത് തടസ്സം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോട്ടയായിട്ട് നമുക്ക് അവിടെ ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് അപ്പോ മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് കയറാനായിട്ട് അതൊരു തടസ്സമായിട്ട് മാറും. അതാണ് ബാരിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. സാർ അപ്പോഴ് ഈ മഞ്ഞാണെങ്കിൽ ഈ റിവേഴ്സിലൊന്നും വരൂലേ? വരും. അത് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ അവിടെയുള്ള മഞ്ഞ കൂടുതൽ ഉരുകുന്ന മഞ്ഞുകളായിരിക്കും. ഉരുകിയാലും അത് കുറെയൊക്കെ വരുന്നുണ്ട്, പക്ഷെ എന്നാലും അല്ലാതെ തന്നെ ഒരു പ്രോപ്പർ സോഴ്സ് അവിടെ ഉണ്ട്. വേറെ ഡൗട്ട് ഉണ്ടോ? ഈ ഹിമാലയയുടെ മോസ്റ്റ് പാർട്ടും ഈ നേപ്പാളിനുള്ളതല്ലേ? അതെ. അടുത്ത് നോക്കാം. ദ പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യ. അപ്പോ ഈ അവിടെയുള്ള നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആ ഒരു സമതലങ്ങളും അല്ലെങ്കിൽ നിരപ്പായ പ്രദേശങ്ങളും എല്ലാം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. The picture given below shows the vast plain in North India. നോർത്ത് ഇന്ത്യയിലുള്ള വളരെ വലുതായിട്ടുള്ള ഒരു പ്ലെയിൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. The region encompassing the states of Rajasthan, Punjab, Haryana, Uttar Pradesh, Bihar and parts of the West Bengal is a plain. അപ്പോ ഈ ഒരു രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, UP, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ ഇതിന്റെയൊക്കെ കുറെ ഭാഗങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഈ ഒരു പ്രദേശങ്ങളെല്ലാം എന്ന് പറയുന്നത് ഈ ഒരു സമതല പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. This plain is formed by the deposition of alluvium brought by the Indus, the Ganga, the Brahmaputra river and their tributaries. അപ്പോൾ ഈ സ്ഥലങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു മിനറൽസ് റിച്ച് ആയിട്ടുള്ള ഈ ഒരു സ്ഥലങ്ങൾ എങ്ങനെ ഫോം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ നമ്മുടെ
ഈ ഇൻഡസും അതുപോലെ തന്നെ ഗംഗയും ബ്രഹ്മപുത്രയും എല്ലാം ഒഴുകി നടന്ന് അല്ലെങ്കിൽ ആ ഒരു ഒഴുക്കിലൂടെ തന്നെ ആ ഒരു മണ്ണ് സൈഡിലൊക്കെ നിക്ഷേപിച്ച് ആ രീതിയിലാണ് ഇത്തരത്തിലുള്ള ലാൻഡ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ തീരത്തും ഒക്കെ ഉള്ള ലാൻഡ് ആണ് ഈ ഒരു പ്ലെയിൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയും ഇത് ഇവിടെ ഒരു വാക്കുണ്ടല്ലോ, അലൂവിയം. അലൂവിയം മീൻസ് ആ ഒരു മിനറൽസ് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ പോഷക നദികളും എല്ലാം കൂടെ ചേർന്നാണ് ഈ ഒരു അലൂവിയം മീൻസ് ഈ ഒരു എക്കൽ മണ്ണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ലാൻഡിന് ആവശ്യമായ മണ്ണും എല്ലാം ആ ഒരു മിനറൽസ് റിച്ച് ആയിട്ടുള്ള ആ ഒരു മണ്ണ് നിറഞ്ഞ് എങ്ങനെ വന്നു, ഈ ഒരു ബ്രഹ്മപുത്ര അതുപോലെ തന്നെ ഇതിന്റെ ട്രിബ്യൂട്ടറീസും എല്ലാം കൂടെ ഒഴുകുമ്പോൾ അതിന്റെ സൈഡിൽ ഫോം ചെയ്യുന്നതാണ് ഇത്. This plain is known by the name the North Indian Plain and the Indus Ganga Brahmaputra Plain. അപ്പോൾ ഈ പ്ലെയിൻ, അതായത് പ്രത്യേകിച്ചും ഈ ഒരു രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ ആൻഡ് പാർട്സ് ഓഫ് ദ വെസ്റ്റ് ബംഗാൾ, അപ്പോൾ ഇത്രയും ഇതിൽ വരുന്ന ചില പ്രദേശങ്ങൾ ചേരുന്ന അതിനെ നമ്മൾ എന്ത് പറയും, ഈ ഒരു ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നും പറയും. ഇറ്റ് ഈസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇവിടേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും എല്ലാം ജീവിക്കുന്നത്. Diverse crops like wheat, maize, paddy, sugarcane, cotton and pulses are cultivated in the North Indian plain. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീറ്റ്, മെയ്സ്, പേഡി, ഷുഗർ കെയിൻ, കോട്ടൺ, പൾസസ് ഇത് എന്നിവ ഈ നോർത്ത് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ? ഈ ഒരു സ്ഥലങ്ങളിലൂടെ, ഈ ഒരു രാജസ്ഥാൻ മുതൽ ബീഹാർ വരെ, വെസ്റ്റ് ബംഗാൾ വരെയുള്ള ആ ഒരു പ്രദേശങ്ങൾ, അവിടെയുള്ള എല്ലാ ഭാഗങ്ങളും അല്ല, കുറെ ഭാഗങ്ങൾ ചേർന്നതാണ് ഇതെന്ന് പറയുന്നത്, ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഫോം ചെയ്യുന്നു? ഈ ഗംഗ ബ്രഹ്മപുത്ര നദി അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ് നദികളെല്ലാം ഒഴുകുമ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു ഡെപ്പോസിഷൻ ഓഫ് അലൂവിയം, അതാണ് നമുക്ക് ഈ ഒരു പ്ലെയിൻ ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ അതിന്റെ വേറെ പേര് പറയുന്നത് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ എന്നും പറയും, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നും പറയും. പിന്നെ അവിടെ ഈ മെയ്സ്, പേഡി, ഷുഗർ കെയിൻ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൾട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡൗട്ട് ഉണ്ടോ? സാർ ഈ ബാർലി എന്ന് വെച്ചാൽ എന്തോന്നാണ് സംഭവം? ബാർലി എന്ന് പറയുന്നത് മറ്റേ അതിന്റെ മലയാളം എനിക്കറിയത്. ബാർലി നമ്മൾ കേട്ടില്ല, ബാർലി റൈസ്. അതിന്റെ കുറെ നാളുണ്ടല്ലോ സംശയമാണ്. എടാ അത് ഒരെണ്ണം അരി പോലത്തെ ഒരു സാധന. ഓക്കെ വെയിറ്റ്, ഇപ്പൊ ശരിയായി തരാം. ഇപ്പൊ നമുക്ക് നോക്കാം ഫോട്ടോ എന്തെങ്കിലും. എടാ അത് ഒരെണ്ണം അരിയാ, നല്ല ഗുണമുള്ള അരിയ. ഇതാണ് ബാർലി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഗോതമ്പ് പോലെ ഇരിക്കുന്ന ഇത്തരം അരികൾ ഒരെണ്ണം അരിയാടാ ഇത്. ഗോതമ്പല്ലടാ, ബാർലി. അതാ പറയാ, അതുപോലെ ഇരിക്കും പക്ഷെ ബാർലിയാ. ഇതാണ് ബാർലി, ബാർലി ചെടി എല്ലാം. മെയ്സ് എന്ന് പറയുന്ന കോണ. മെയ്സ് എന്ന് പറയുമ്പോ ഇതാണോ? ഇത് തന്നെയാടാ. അതിന്റെ ആ ഒരു ഷേപ്പ്, അതിന്റെ ആ ഒരു ഇതിനെ ഫുള്ളായിട്ട് പറയുന്നതാണ് കോൺ മെയ്സ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് കോൺ.
അല്ല സാർ ഈ മെയ്സ് എന്ന് എഴുതണത്. MAISD. ഓ എന്നാലേ ഈ കോണ് വരുള്ളൂ. ഞാൻ എന്താ ടൈപ്പ് ചെയ്ത് MASD എന്നാണോ? ഓ ആ അപ്പൊ അത്ര തന്നെയല്ലോ. അപ്പൊ അതിന്റെ ബാർലിയുടെ സംശയം തീർന്നല്ലോ. യെസ് സാർ. നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാർ, കാണാൻ പറ്റില്ല. സാറിന് മാത്രമേ കാണാനുള്ളൂ. ഇപ്പോഴോ? ഇല്ല, സാർ ഇപ്പൊ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴോ? ഇപ്പോഴും ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വന്നു. എനിക്ക് ആ സാബുമാനെ ബാക്കിയുള്ളവർക്ക് എല്ലാം വന്നടാ. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഇന്ത്യൻ എക്കോണമിയുടെ ബാക്ക് ബോൺ ആയിട്ടും ഈ ഒരു പ്ലെയിനെ നമ്മൾ അറിയപ്പെടും. കാര്യം ഏറ്റവും കൂടുതൽ കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഇതിനൊരു ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ ഇക്കോണമി എന്ന് നമ്മൾ പറയപ്പെടുന്നു. കാര്യം ഇതിന് ഇത്രയും കാൽക്കുലേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ഇപ്പൊ ഞാൻ ചോദിച്ചു വൈ ദിസ് പ്ലെയിൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കോണമി. വൈ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതണം. അപ്പൊ ഇത് തന്നെയാണ് എഴുതേണ്ടത്. അതായത് ഈ രാജസ്ഥാൻ ഈ ഒരു ഇതിനെല്ലാം ഈ ഒരു റീജിയനിൽ പെടുന്നതാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ പ്ലെയിനിന്റെ ആ ഒരു പ്രത്യേകതകൾ അവിടെ എന്താ കൃഷി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ എഴുതുക. അതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? സാർ ഈ എൻകംപാസിംഗ് എന്ന് പറഞ്ഞ എൻകംപാസിംഗ് അതായത് കൂടിച്ചേർന്നത്. വേറെ അതായത് ഈ ഗാൻജറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത് ഇൻഡസ് ഗംഗ റീജിയനില് അല്ലെങ്കിൽ ഇൻഡസ് ഗംഗ നദീതീരത്തുള്ള അത്തരത്തിലുള്ള പ്ലെയിൻസിനെയാണ് നമ്മൾ ഗാൻജറ്റിക് പ്ലെയിൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ് എന്ന് പറയുന്നത്. കേട്ടോ, ഗാൻജറ്റിക് എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ തന്നെ അതിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അതിന്റെ നമ്മള് ഈ ഒരു ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനെ നമ്മള് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയും. പക്ഷെ ആ ഒരു ഇതെന്ന് പറയുന്നത് ഗാൻജറ്റിക് എന്ന് പറയുമ്പോൾ ഗംഗാ നദീതീരം, ഇൻഡോ ഗാൻജറ്റിക് ഇൻഡസും ഗംഗയൊക്കെ കൂടി ചേർന്ന ആ ഒരു ഗാൻജറ്റിക്, അതിന് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. കേട്ടോ വൈഷ്ണവി? സാർ ഇൻഡസിന്റെ പഴയ പേര് ഈ സിന്ധു എന്നല്ലേ? അതെ അതെ അതെ, അതാണ് സിന്ധു നദി എന്തോ സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, അടുത്ത് The western part of this plain receives only scanty rainfall. അപ്പോ ഇതിന്റെ ഈ ഒരു വെസ്റ്റേൺ പാർട്ടില് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് വെസ്റ്റേൺ പാർട്ടില് സ്കാൻറ്റി റെയിൻഫോൾ, അതായത് ഈ ഒരു തീരെ കുറഞ്ഞ അളവിലാണ് അവർക്ക് മഴ ലഭിക്കുന്നത്. മഴയുടെ അളവ് ഭയങ്കര കുറവാണ്. Hence, most regions of the state of Rajasthan located in the north western part of India is a desert. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വെസ്റ്റേൺ റീജിയനിലെ അല്ലെങ്കിൽ രാജസ്ഥാൻ പോലുള്ള സ്റ്റേറ്റുകളില് ഈ ഡെസേർട്ടിന്റെ അളവ് കൂടുന്നത്. ഡെസേർട്ട് അവിടേക്ക് എന്ന് പറയുന്നത് ഡെസേർട്ട്, കാര്യം അവിടെ മഴ ലഭിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നോർത്ത് വെസ്റ്റേൺ പൊസിഷൻ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ റീജിയൻ എന്ന് പറയുന്നത് അവിടെ ഫുൾ ഡെസേർട്ട് ആണ്. ഫോർ എക്സാമ്പിൾ രാജസ്ഥാൻ. ദിസ് റീജിയൻ നോൺ ആസ് മരുസ്ഥലി. മരുസ്ഥലി എന്ന് അതിനെ നമ്മൾ വിളിക്കുന്നു. ഇറ്റ്സ് പാർട്സ്ലി പോപ്പുലേറ്റഡ്, അല്ലെങ്കിൽ മരുഭൂമി അത് തന്നെയാണ്. ഇറ്റ്സ് പാർട്സ്ലി പോപ്പുലേറ്റഡ്. വാട്ട് കുഡ് ബി ദ റീസൺ? അപ്പോ അവിടെ ആണെങ്കിൽ ഈ ആളുകൾ എന്ന് പറയുന്നത് സ്പാർട്സ്ലി പോപ്പുലേറ്റഡ്, അതായത് ആളുകളും തീരെ കുറവാണ്. അവിടെ ഇതും കുറവാണ്, മഴയൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ന് പറയുന്നത് ആളുകളും കുറവാണ്. കാര്യം ആളുകൾക്ക് ജീവിക്കാനായിട്ടുള്ള ഒരിത് അവിടെ ഉണ്ടാവത്തില്ല.
ഉണ്ട്, പക്ഷെ വളരെ കുറവ്. അതുകൊണ്ട് മാക്സിമം അവിടെ ആളുകൾ കാണത്തില്ല, മരുഭൂമിയായിട്ട് കിടക്കും. While the neighboring states widely cultivate wheat, maize, and the like, the chief crops of Rajasthan are jowar or bajra. അപ്പോ ഈ ജോവർ ബാജ്ര തുടങ്ങിയ അതുപോലുള്ള ജോവർ ബാജ്ര എന്ന് പറയുന്ന ഒന്ന് രണ്ട് ഇതാണ് കൾട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെയാണ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോ അടുത്തുള്ള സ്റ്റേറ്റിലേക്ക് പഞ്ചാബ്, ഹരിയാന ഇവിടെയൊക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജസ്ഥാൻ, ഇപ്പൊ വേറെ പല ഭാഗത്തുമൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ഗോതമ്പും അരിയും വീറ്റും മീസും എല്ലാം കൂടെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആണെങ്കിലോ ഈ ഡെസേർട്ടിലാണ് ജോവറും ബാജ്രയായിരിക്കും കൾട്ടിവേറ്റ് ചെയ്യുക. These are crops with low water requirement for their growth. അപ്പോൾ അതിനാണെങ്കിൽ ഈ ഒരു ഏറ്റവും കുറച്ച് വെള്ളത്തിന്റെ ആവശ്യകത മതിയാവും. അപ്പൊ വെള്ളത്തിന്റെ ആവശ്യകത ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ അവിടെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡൗട്ട് ഉണ്ടോ? ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഡൗട്ട് ഇല്ല. ഇതെന്ന് പറയുന്നത് ആക്ച്വലി സത്യം പറഞ്ഞ ഈ ഒരു ചാപ്റ്ററൊക്കെ എന്ന് പറയുന്നത് ത്രൂ ദ പ്ലാറ്റ്യൂ. അപ്പൊ പീഠഭൂമി, പ്ലാറ്റ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. The journey from the northern mountain region to South India reveals a vast plateau region immediately after the North Indian plain. അപ്പൊ ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ കഴിഞ്ഞാല് നമ്മൾ ആ ഒരു ഈ ഒരു നോർത്ത് പ്ലെയിനിൽ നിന്ന് നമ്മൾ സൗത്തിലോട്ട് ട്രാവൽ ചെയ്തു കഴിഞ്ഞാല് അവിടെ ഈ ഒരു സമതല പ്രദേശങ്ങൾ നമ്മുടെ ഈ ഒരു പ്ലെയിൻസ് കഴിഞ്ഞിട്ട് അത് ഒരു പ്ലാറ്റ്യൂസിലോട്ടായിരിക്കും, അല്ലെങ്കിൽ പീഠഭൂമിയിലോട്ടായിരിക്കും നമ്മൾ എത്തിച്ചേരുക. This plateau covering the state of Madhya Pradesh, Jharkhand, Chhattisgarh, part of Karnataka, Tamil Nadu, Andhra Pradesh, Odisha, and West Bengal is known as the Peninsular Plateau. അപ്പോൾ Peninsular Plateau എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങള് നമ്മുടെ ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഇതെല്ലാം കൂടെ കവർ ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ഈ ഒരു പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് എ പെനിൻസുലാർ പ്ലാറ്റ്യൂ. അപ്പൊ ഈ ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നതും ഈ ഒരു പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ ഭാഗം തന്നെയാണ്. Many parts of this plateau are composed of rocks formed by the solidification of lava in ancient times. അപ്പോൾ ഈ പാറകൾ നിറഞ്ഞതും അതുപോലെ തന്നെ പണ്ട് കാലത്തെ ആൻഷ്യന്റ് ടൈംസിലെ ലാവാസും എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് റോക്ക് കോമ്പോസിഷനിൽ ഉള്ള ഒന്നിനെയാണ് നമ്മൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്ലേറ്റ്യൂല് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. The black soil formed by the weathering of these rocks is ideal for the cultivation of cotton. അപ്പോൾ ഈ കോട്ടൺ കൾട്ടിവേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്ലാക്ക് സോയില് നമുക്ക് വളരെ നല്ലതാണ്. ഈ ഒരു പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലാക്ക് സോയിൽ ആണ്. The mountain ranges such as the Vindhya, the Satpura, the Aravalli, the Western Ghats, and the Eastern Ghats are all parts of the Peninsular Plateau. ഇപ്പൊ പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ ഈ ഒരു ഭാഗത്തില്, അല്ലെങ്കിൽ ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ ഭാഗമാണ് ഈ ഒരു വെസ്റ്റേൺ ഗഡ്സും ഈസ്റ്റേൺ ഗഡ്സും വിന്ധ്യ പർവ്വതവും നല്ല സത്പുര, ആരവല്ലിയും എല്ലാം വരുന്നത്. ആനമുടി ഇൻ കേരള ഈസ് ദ ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് ദിസ് റീജിയൻ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്യൂവിന്റെ ഭാഗം, ഈ ഒരു റീജിയനില് നമ്മുടെ കേരളത്തിലെ ആനമുടിയാണ് ഏറ്റവും പൊക്കം കൂടിയ അല്ലെ ഹൈയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. The major crops in the plateau region are cotton, pulses, groundnut, sugarcane, maize, ragi, and chili. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട കൾട്ടിവേഷൻ എന്ന് പറയുന്നത് കോട്ടണും പൾസും ഗ്രൗണ്ട്നട്ടും ഷുഗർകെയിനും മെയ്സും റാഗിയും ചില്ലിയും ഒക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. Mining and mineral-based industries are the chief sectors of occupation in this plateau region that is rich in mineral deposits like iron ore, manganese, bauxite, and limestone. അപ്പോൾ ഈ പ്രദേശങ്ങൾ ഈ ഒരു മിനറൽ റിച്ച് ആയിട്ടുള്ള ഒരു പ്രദേശങ്ങൾ കൂടെയാണ്. അപ്പോൾ അവിടെ തന്നെ മൈനിങ്ങും അതുപോലുള്ള ഇൻഡസ്ട്രീസും ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും നമ്മുടെ ബോക്സൈറ്റ് അതുപോലുള്ള എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഈ ഒരു പ്രദേശത്ത് എന്ന് പറയുന്നത് നമ്മുടെ മിനറൽ റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് മൈനിങ്ങും ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. മൈനിങ്ങോട് കൂടി നമുക്ക് ധാരാളം കാര്യങ്ങൾ അവിടെ കിട്ടുകയും ചെയ്യും. എന്തൊക്കെയാ? അയൺ ഓർ, മാംഗനീസ്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഈ ഒരു കൽക്കരി, ഇരുമ്പ് ഇതുണ്ടല്ലോ, ഈ മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല് തുടങ്ങി, ചുണ്ണാമ്പ് കല്ല് അതിപ്പോ മാർബിൾ, അതുപോലുള്ള ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് കുഴിച്ചെടുക്കാനും എല്ലാത്തിനും ഒക്കെ അവിടെ നിന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്യൂവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. The Godavari, Mahanadi, the Krishna, Kaveri, Narmada and Tapti rivers originated from the Peninsular Plateau. അപ്പോൾ ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂവിൽ നിന്നാണ് ഈ ഒരു ഗോദാവരിയും മഹാനദിയും കൃഷ്ണ, കാവേരി, നർമ്മദ തുടങ്ങിയ നദികൾ എല്ലാം തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, ആരവല്ലി തുടങ്ങിയവ ഈ ഒരു പാർട്സിൽ നിന്ന്, ഇവിടെ നിന്നാണ് ഈ ഒരു പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള മിനറൽസ്, ഓറ്, അതുപോലെ തന്നെ ഈ ഒരു ബോക്സൈറ്റ്, മാംഗനീസ് ഇതേപോലുള്ള എലിമെന്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ നിന്ന് മൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്യൂ തന്നെയാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഈ ഗോദാവരി, മഹാനദി, കൃഷ്ണ തുടങ്ങിയ നദികളും ഇവിടെ ഉണ്ട്. അതാണ് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത. SP വീഡിയോ ഓണാക്ക്. ഓക്കെ, അപ്പൊ ഇതിലെന്താ ഡൗട്ട് ഉള്ളേ? അപ്പോൾ ഈ നോർത്തേൺ റീജിയൻസിലും സൗത്തേൺ റീജിയൻസിലും ഇടയ്ക്കുള്ള വലിയൊരു പാർട്ടാണ് ഈ പെനിൻസുലാർ റീജിയൻ അല്ലേ? അതെ, അതായത് നോർത്തേൺ റീജിയൻ എന്ന ആ നോർത്തേൺ മൗണ്ടൻ റീജിയനിലത് നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ അത് കഴിഞ്ഞ് എത്തിച്ചേരുന്നതാണ് ഈ ഒരു റീജിയൻ. അപ്പോൾ ഇവിടെ ഫുൾ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെ ട്രെയിനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ മാർബിൾസും എല്ലാം അതുപോലെ തന്നെ കല്ലുകളും എല്ലാം ഇങ്ങനെ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ ധാരാളമായിട്ട് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ആന്ധ്രയിലുള്ള ഏതോ ഒരു ഭാഗത്താണ് ഞാൻ കണ്ടത്. അതായത് ഞാൻ ഇവിടുന്ന് മുംബൈയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഈ ട്രെയിൻ എടുക്കുന്നില്ല, നമ്മുടെ ജയന്തി ജനത എന്ന് പറയുന്ന ട്രെയിനുണ്ട്, നെയ്യാറ്റിൻകരയിൽ നിന്ന് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് മുംബൈയിലോട്ട് പോകുന്ന, കന്യാകുമാരി ടു മുംബൈ. അപ്പോൾ ആ ട്രെയിനിൽ പോകുമ്പോൾ ഇതേപോലെ നമ്മുടെ മാർബിളിന്റെ ഷേപ്സിൽ കട്ട് ചെയ്ത് എടുക്കുന്ന, ഇത് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്ന ഇതെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആന്ധ്രയിലാണ് ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ അതൊക്കെ അത്തരത്തിലുള്ള പ്ലെയിൻസ്, അതൊക്കെ ഈ ഒരു പ്ലെയിൻസ് പെനിൻസുലർ പ്ലാറ്റ്യൂവിന്റെ ഒരു ഭാഗമാണ്. ഡൗട്ട് ഉണ്ടോ സാർ? ഈ മാംഗനീസ് എന്ന് വെച്ചാൽ എന്തോന്നാണ്? മാംഗനീസ് എന്ന് പറയുന്നത് അവിടെ ഒരു മെറ്റലാണ്. മെറ്റൽ എന്ന് പറയുമ്പോൾ മാംഗനീസ് എന്തിന് യൂസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് അപ്പോ ഈ മരുന്നുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അത് മാംഗനീസ് ഇസ് എ ട്രേസ് മിനറൽ, ഇറ്റ് ഈസ് വൈറ്റൽ ഫോർ ഹ്യൂമൻ ബോഡി. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ഇത്. ഒരു ബോഡി ഫങ്ഷൻ ചെയ്യാനും അതൊക്കെ ഒരു മാംഗനീസ് എന്ന് പറയുന്ന, അത് ഈ ഒരു മാംഗനീസ് അല്ല, ആ ഒരു മാംഗനീസ് എന്ന് പറയുന്ന സാധനത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോ ഇത് അവിടെ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുന്നത്, ഇവിടെ ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ. അത് മാംഗനീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് അവരെന്തൊക്കെയോ ഫോം ചെയ്ത് എടുക്കുന്നുണ്ട്. മാംഗനീസിൽ നിന്ന് എന്തൊക്കെയോ ഫോം ചെയ്ത് എടുക്കുന്നുണ്ട്. വിലപിടിപ്പുള്ള സാധനം കൂടെ തന്നെയാണ്. നമ്മുടെ അടുത്ത വർഷം നിങ്ങൾ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ അതില് എനിക്ക് തോന്നുന്നു ഹൈഡ്രജൻ, ഹീലിയം 25 ആണെന്ന് തോന്നുന്നു. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ മാംഗനീസിന്റെ എലിമെന്റ് നമ്പർ എന്ന് പറയുന്നത്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. അത് നമുക്ക് അടുത്ത വർഷം 8ാം ക്ലാസ്സിൽ പോകുമ്പോൾ പഠിച്ചോളൂ.
അപ്പൊ എന്തായാലും ഞാൻ മാംഗനീസ് യൂസേജ് എന്താണെന്നുള്ളത് ഞാനൊന്നുകൂടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ സാർ. അപ്പൊ സാർ ഈ ബോക്സൈറ്റാ? ബോക്സൈറ്റ് എന്ന് പറയുന്നത് അത് ഈ അലുമിനിയം ഇതെല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്ത് വരുന്ന ഒരു ഓറാണ്. ഏതൊക്കെ ഇത് ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന എലിമെന്റ്സ് അലൂമിനിയം, സിലിക്കയും അതുപോലുള്ള കുറച്ച് എലിമെന്റ്സ് ചേർന്ന് വരുന്ന, ഒരുമിച്ച് ചേർന്ന് വരുന്ന ഒരു മിക്സ് ഓഫ് തിങ്സ് ആണ് ഈ ഒരു ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അത് ഒരുമിച്ചേ കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഈ അതായത് ഈ അലൂമിനിയം ഓക്സൈഡ് ഉണ്ടല്ലോ, അത് പറഞ്ഞ മനസ്സിലായി, അലൂമിനിയവും അയണും സിലിക്കയും ടൈറ്റാനിയവും ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ഇതാണ്. അതിൽ നിന്ന് പിന്നെ സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് എടുക്കാൻ പറ്റും. ബോക്സൈറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇതൊക്കെ ഉണ്ടാവുന്ന ഈ ഡെഡ് റിമൈൻസ് അല്ലേ ഇതൊക്കെ? അതെ. ടു ദ കോസ്റ്റൽ പ്ലെയിൻസ്. അപ്പോ തീരസമതലം അതെന്താണെന്ന് നോക്കാം. നമ്മളപ്പോ രണ്ട് തരത്തിലുള്ള നോക്കി. അടുത്ത് നമ്മള് കോസ്റ്റൽ പ്ലെയിൻ നോക്കി. If we follow the course of the river that originates from the plateau, we will reach the coastal plains. അപ്പോൾ നമ്മള് റിവേഴ്സിന്റെ ആ ഒരു ഫ്ലോ നോക്കുകയാണെങ്കിൽ അത് എവിടെ നിന്ന് ഫോം ചെയ്താലും അവിടെ അത് തിരിച്ചു വന്ന് ഇറങ്ങുന്നത് എവിടെയാ? ഏതെങ്കിലും ഒരു കോസ്റ്റൽ പ്ലെയിൻസിലായിരിക്കും. India has a coastline of nearly 6,100 kilometers. അപ്പോൾ 6,700 കിലോമീറ്ററോളം നമ്മുടെ കോസ്റ്റൽ ഏരിയാസ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. Observe the physical map of India in your social science lab. Haven't you noticed the eastern coast adjacent to the Bay of Bengal and the western coast adjacent to the Arabian Sea? Compared to the eastern coast and western coast plain in narrow. Okay. സർ കോസ്റ്റൽ ഏരിയസ് എന്ന് പറഞ്ഞാൽ കടൽ തീരമല്ലേ? അതെ, തീരദേശം. അപ്പോ ജസ്റ്റ് ഈ ഒരു മാപ്പ് തൽക്കാലം നോക്കൂ കേട്ടോ. ഈസ്റ്റ് എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളും വെസ്റ്റ് എന്ന് പറയുന്നത് അറേബ്യൻ സീയും ആണ്. അപ്പൊ ഇതിൽ എങ്ങോട്ടെങ്കിലും ഒരിടത്തേക്കായിരിക്കും ഇത് ഒഴുകി വരുന്നത്. അപ്പോ ഇതെല്ലാം തന്നെ ഇവിടെ നിന്ന് ഇതിന്റെ ഈ റീജിയൻ എന്ന് പറയുന്ന ഈ ഒരു ഇതെന്ന് പറയുന്നതെല്ലാം ഈ ഒരു കോസ്റ്റൽ റീജിയൻ ആയിട്ട് വരും. Compared to the eastern coast, the western coast plain is narrow. അപ്പോ ഈസ്റ്റേൺ കോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ടോ, ഇതിൽ ഇത്രയും ഭാഗം നോക്കിയേ. ഇതില് ഈ വൈറ്റ് കളർ ഇതുണ്ടല്ലോ, ഒന്ന് നോക്കി നോക്കുക. അതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഇത് ഈ വെസ്റ്റേൺ എന്ന് പറയുന്നത് ഭയങ്കര നാരോ ആയിട്ടുള്ള കോസ്റ്റ്. പക്ഷെ ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതുമാണ്, നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒന്നാണ് വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര നാരോ ആയിട്ടുള്ളതും ആണ്. There are several backwaters in the Kerala coast which is part of this plain. അപ്പോ ഈ ബാക്ക്വാട്ടേഴ്സ് കേരള കോസ്റ്റിലും ഇതിൽ ഈ ഒരു പ്ലെയിനിന്റെ ഭാഗമായിട്ട് ധാരാളം ഉണ്ട്. പേടി ആൻഡ് കോക്കനട്ട് ആർ ദ മേജർ ക്രോപ്സ് അലോങ് ദ വെസ്റ്റേൺ കോസ്റ്റ്. അപ്പൊ വെസ്റ്റേൺ കോസ്റ്റില് നമ്മളെ പേടിയും കോക്കനട്ടും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. കേരളത്തിന്റെ പ്രസിഡന്റ്, നമ്മുടെ കേരളത്തിൽ ഇവിടെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കോക്കനട്ട് ഒക്കെ അല്ലേ, കോക്കനട്ട് പേടിയും ഒക്കെ അല്ലേ. അപ്പൊ ഈ ഒരു കോസ്റ്റിൽ അത്രയും പേടിയും കോക്കനട്ടും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Pedi is prominent in the Krishna, Godavari and Mahanadi basins in which eastern coastal plains. അപ്പോൾ ഈ കൃഷ്ണയിലും ഗോദാവരിയുടെ ഒക്കെ തീരത്ത് ഈ ഒരു പേടിയാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഫിഷിംഗ് ഈസ് ദ മെയിൻ ഒക്യുപേഷൻ ഓഫ് ദ പീപ്പിൾ അലോങ് ദ കോസ്റ്റ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ കോസ്റ്റുകളിലെല്ലാം തന്നെ ഈ കൃഷിയോടൊപ്പം തന്നെ ഈ ഫിഷിംഗ്, മീൻപിടുത്തവും അവർക്ക് ഉണ്ട്. അപ്പൊ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഫിഷിംഗ് എന്ന് പറയുന്നതും. അപ്പൊ ഫിഷിംഗ് എന്ന് പറയുന്നതും ഇതിനോടനുബന്ധിച്ച് തന്നെ ഉള്ളത് തന്നെയാണ്. അതാണ് ഈ ഒരു കോസ്റ്റുകളുടെ പ്രത്യേകത. ഓക്കെ, ഇവിടെ പോയി ഫിസിക്കൽ മാപ്പ് കൂടെ നോക്കാം.
ഇപ്പോ ഇന്ത്യയുടെ ഫിസിക്കൽ മാപ്പാ. ഇത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു മാപ്പ്. ഇതൊരു ജോഗ്രഫിക്കൽ മാപ്പാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റും ഈ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് എന്താ ഈ ഒരു ഈസ്റ്റേൺ സൈഡും ആണ്. ഇപ്പോ ഈ ഒരു കളറ്, അതായത് ഈ ഒരു ബ്ലൂ കളർ ലൈൻസ് എല്ലാം എന്ന് പറയുന്നത് ഒഴുകി വരുന്ന നദികളാണ്. മൗണ്ടൻ പീക്സ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും മുകളിൽ. അതൊക്കെ അത് പോട്ടെ. അപ്പൊ ഇത് കണ്ടോ, വെസ്റ്റേൺ ഗട്ട്സ് ഇവിടെ എന്ന് പറയുന്നത് കേരളത്തോട് അതിന്റെ മുകളിലായിട്ട് ഇവിടെ വരുന്നത് ഈ വെസ്റ്റേൺ ഗട്ട്സ്, ഇവിടെ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗട്ട്സ്. അപ്പൊ ഈ ലൈറ്റ് പച്ച കളർ, പച്ച ജസ്റ്റ് നോക്കിയാൽ മതി, അറിയാൻ പറ്റും കേട്ടോ. ഇതെന്ന് പറയുന്നത് ഈ അറ്റത്തൂടെ ഉള്ള ഈ ഒരു പച്ച ഉണ്ടല്ലോ, ഈ പച്ച കളർ ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നതാണ് ഈ ഒരു എന്താ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നതും. ഈ ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പച്ച ആണ്, പച്ച അകത്തോട്ട് കയറിയാ പോകുന്നത്. അപ്പൊ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതാണ് അതിന്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ അതെ അതെ അതെ. ഇവിടെ ഇതാ നോക്കിയോ, നമ്മൾ നേരത്തെ പഠിച്ച സത്പുര റേഞ്ച്, സത്മല ഹിൽസ്, അടുത്ത് നമ്മളെവിടെ ഡെക്കാൻ പ്ലാറ്റ്യൂ, ഈ ഒരു പൊസിഷൻ ഇവിടേക്ക്, ഇതൊക്കെ ഡെക്കാൻ പ്ലാറ്റ്യൂ ഇങ്ങോട്ട് താഴോട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ പല പല പ്ലാറ്റ്യൂസ് ഉണ്ട്. തെലങ്കാന പ്ലാറ്റ്യൂ, ഇത് വെസ്റ്റേൺ ഗട്ട്സ്, ഇത് മലബാർ കോസ്റ്റ്, ഇത് കൊങ്കൺ കോസ്റ്റ്, നീൽഗിരി ഹിൽസ്. അപ്പോ ഈ ഓരോ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. ഈ പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ആ ഒരു ഇതാ, ശ്രീലങ്കയുമായിട്ട് കണക്ട് ചെയ്യുന്ന അതിനാണ് പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പൊ വേണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും, അല്ലെങ്കിൽ ഈസ്റ്റേൺ റീജിയനും വെസ്റ്റേൺ റീജിയനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇതുണ്ടോ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ്, ഇതിവിടെ താർ ഡെസേർട്ട്, ഇവിടെ നമുക്ക് മഴ കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങനെയാണ്, അതായത് ഇവിടെ നിങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇത് വരുന്നത്, എന്താ ഹിമാലയം അതുപോലെ തന്നെ ഉള്ള മലനിരകൾ അത്രയും വരുന്നത് ഇവിടെയാണ്, പ്ലെയിൻസ് എല്ലാം വരുന്നത്. അപ്പോൾ അത് മൗണ്ടൻസ് എല്ലാം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മഴ ലഭിക്കത്തില്ല. അപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്, താർ ഡെസേർട്ടും അതുപോലുള്ള രാജസ്ഥാനിൽ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ആരവല്ലി റേഞ്ച് വരുന്നുണ്ട്, നമ്മുടെ പഠിച്ചതാണ് ആരവല്ലി റേഞ്ച്. ഇപ്പൊ നോക്കിയോ, ബ്രഹ്മപുത്രയൊക്കെ ഒഴുകുന്നത് ഇവിടെ നിന്നാണ്, ഇങ്ങനെ ഒഴുകുന്നത്. എന്താടാ? അതെ അതെ, കാഞ്ചൻജംഗ, ഹിമാലയ. അപ്പൊ ഇതാണ് ഈ ഒരു ഹിമാലയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു UP, അടുത്ത് സിക്കിം, അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കലർന്ന് വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഹിമാലയ എന്ന് പറയുന്നത്, ഹിമാലയ പർവ്വതനിരകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൗത്സ് എന്ന് പറയുന്നത് എന്താണ്? മൗത്സോ? സ്പെല്ലിംഗ് MOUTHS. എവിടെ കിടക്കുന്ന? സുന്ദർബൻസ്. മൗത്ത്സ് ഓഫ് ദ ഗാഞ്ചസ്. അപ്പൊ അതായത് അവിടെ ഒരു ഇതുണ്ടല്ലോ, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ എന്തോ ഒരു സംഭവമാണ് ആ സുന്ദർബൻസ്, മൗത്ത്സ് ഓഫ് ദ ഗാഞ്ചസ്. ഇപ്പൊ ഈ ഇൻഡസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലാണല്ലേ? എടാ അവിടെ നിന്നാണെങ്കില് കുറെ ഈ ഒരു
ഈ കുറെ നദികളും എല്ലാം കൂടെ ഒഴുകി വരുന്നതും എല്ലാം കൂടെയൊക്കെയാണ്. അതുകൊണ്ടൊക്കെയാണ് അവിടെ മൗത്ത് ഓഫ് ദി ഗാൻജസ് എന്ന് പറയുന്നത്. കാരണം ഈ നദികളൊക്കെ ഒഴുകി വരുന്നതും എല്ലാം അവിടെയാണ്. അതായത് ഇവിടെ ബേ ഓഫ് ബംഗാളില് ഒഴുകിയെത്തുന്നത്. ഇപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഇത് നോക്കിയാൽ ഇൻഡസ്, സത്ലജ്, രവി, ഇതെല്ലാം എന്ന് പറയുന്നത് ഇതെല്ലാം മുമ്പ് നമ്മുടെ ഭാഗമായിരുന്നു. പക്ഷെ ഇപ്പൊ പാകിസ്ഥാൻ ആയതിനു ശേഷം ഈ ഒരു ഇൻഡസും എല്ലാം, ഇൻഡസിന്റെ മേജർ പാർട്ടും എല്ലാം തന്നെ അവിടെ കൂടെ ഒഴുകുന്നത്. അതിൽ തന്നെ സത്ലജിന്റെ കുറച്ച് മാത്രം ഇതിൽ കൂടെ വരുന്നുണ്ട്. കാരണം അതിന്റെ ട്രിബ്യൂട്ടറീസ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതേ ഉള്ളൂ. അപ്പൊ അതാണ് ഈ ഒരു മാപ്പിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വെർഷൻ എന്ന് പറയുന്നത്. ഇത് PSCക്കും UPSCക്കും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഇത്. റിവേഴ്സും അതിന്റെ ഡയറക്ഷനും എല്ലാം തന്നെ. ഓക്കെ.